ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ദോശമാവും ഇഡ്ഡലി മാവും ഒക്കെ അരച്ചിട്ട് അടുപ്പിൻ്റെ അടുത്താണല്ലേ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കൽ. ഇന്ന് എല്ലാവരുടെ വീടുകളിലും അടുപ്പുണ്ടെങ്കിലും നമ്മൾ കത്തിക്കുക എന്നുള്ളത് വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു അടിപൊളി ടിപ്പാണ്. നിങ്ങളുടെ വീട്ടിൽ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ആ ഒരു സ്റ്റേജിൽ എടുക്കണം. എന്നിട്ട് അരി നന്നായിട്ട് അരച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റൈസ് കുക്കറിൽ നമ്മൾ ആ ചൂടാക്കി വെച്ച വെള്ളം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മാവ് ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് മാവ് വെക്കുന്നവരും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അരി അരച്ചിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പം രാവിലെ നോക്കിയാൽ അടിപൊളിയായിട്ട് നമ്മുടെ ദോശമാവ് പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് തണുപ്പായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ദോശമാവൊക്കെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ടിപ്പ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.